എന്നെന്നും കരുതുന്നോനീശോ, എന്നെന്നും കാക്കുന്നോനീശോ, എന്നെന്നും കരുതുന്നോനീശോ, എന്നെന്നും കാക്കുന്നോനീശോ, എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. അതേ പ്രിയ ദൈവമക്കളെ, ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത യേശു കർത്താവ് ഇതുവരെയും നമ്മോട് കൂടെ ഇരുന്ന് ഓരോ ദിവസവും നമ്മെ കാത്ത് നമ്മെ വഴി നടത്തി ഇത്രത്തോളം നമ്മെ സഹായിച്ച അവൻ കൃപയ്ക്കാൻ നന്ദിയുള്ള ഹൃദയത്തോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ വർഷത്തിൻ്റെ 6-ാം മാസം അവസാന ദിവസം കാണുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് നമ്മേവരെയും സഹായിച്ചുവല്ലോ. എത്രയോ അത്ഭുതങ്ങൾ, ആപത്തുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിച്ചു, രോഗങ്ങളെ സൗഖ്യമാക്കി, ഓരോ ദിവസവും നമ്മെ കാത്തു പരിപാലിച്ചു, അപകട അനർത്ഥങ്ങളിൽ നിന്നെല്ലാം രക്ഷിച്ചു. ആ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇനിയും നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ മറുപടി നൽകുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ പ്രഭാതത്തിലും അല്പസമയം ചിന്തിക്കാധാരമായി അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 3-ാം വചനം നമുക്ക് വായിക്കാം. കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വേണം കാത്തുകൊള്ളും. അതേ പ്രിയ ദൈവമക്കളെ, നാം പലപ്പോഴും ദൈവസ്ഥാനത്തിൽ വിശ്വസ്തരല്ല. നാം അവിശ്വസ്തരായി തീരുമ്പോഴും ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. കർത്താവ് എപ്പോഴും വിശ്വസ്തനായ ദൈവമായതുകൊണ്ടാണ് നാം ഇതുവരെയും നിലനിന്നത്. നാം നിന്നതല്ല, കർത്താവ് നമ്മെ നിർത്തിയതാണ്. നാം നേടിയതല്ല, ദൈവം നമുക്കെല്ലാം നൽകിയതാണ്. നാം ഇതുവരെ വന്നതല്ല, കർത്താവ് നമ്മെ കൊണ്ടുവന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ കാരണം ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അതെ, കർത്താവോ വിശ്വസ്തൻ, ഇനിയും ദൈവം നമുക്ക് വിശ്വസ്തനാണ്. ആമേൻ. അവൻ നിങ്ങളെ ഉറപ്പിച്ച് നമ്മെ പലപ്പോഴും നിലനിർത്തത്തില്ല, ആമേൻ, ഉറപ്പിക്കത്തില്ല എന്ന് ശത്രുവായുവൻ വാദിക്കുമ്പോൾ ഇതുവരെ നമ്മെ ഉറപ്പിച്ച കർത്താവ് ഇനിയും, ആമേൻ, സ്തോത്രം, വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു വരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അടുത്ത നാം വായിക്കുന്നു, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. അതെ, ഈ അന്ത്യകാലത്ത് ദുഷ്ടനായ സാത്താൻ അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നുവെന്ന് അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നു. അതെ, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ദൈവം നമ്മെ കാത്തുകൊള്ളും. എന്നാൽ ഈ സഭയോട് അപ്പോസ്തലനായ പൗലോസ് ഇത് പറയുവാനുള്ള കാരണം, ഈ സഭയ്ക്ക് 3-4 പ്രത്യേകതകളുണ്ടായിരുന്നു. അതേ, തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-4 വചനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചു. അപ്പോൾ അവരുടെ വിശ്വാസം ഓരോ ദിവസവും ദിനംതോറും അവരുടെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരുന്നു, ദൈവത്തിലുള്ള ക്രിസ്തുവിലുള്ള വിശ്വാസം. 2, ആളാം പ്രതി നിങ്ങൾക്കെല്ലാവർക്കും അന്യോന്യം സ്നേഹം പെരുകി വരികയാലും. അപ്പോൾ രണ്ടാമത്തെ അവരുടെ പ്രത്യേകത, അന്യോന്യമുള്ള സ്നേഹം എപ്പോഴും പെരുകി വന്നുകൊണ്ടിരുന്നു, സ്നേഹത്തിൽ അവർ വർദ്ധിക്കുന്നവരായിരുന്നു. 3-4 വചനത്തിൽ വായിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുത. അതെ, ഉപദ്രവവും കഷ്ടങ്ങളും സഹിക്കുന്ന സഭയായിരുന്നു തെസ്സലോനിക്ക സഭ. എന്നാൽ അവർക്ക് സഹിഷ്ണുതയുണ്ടായിരുന്നു. 4, വിശ്വാസവും. ആമേൻ. ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിൻ്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. അപ്പോൾ ദിനംതോറും വിശ്വാസത്തിൽ വർദ്ധിച്ചു. ആമേൻ, സ്തോത്രം, സ്തോത്രം. അന്യോന്യം സ്നേഹത്തിനും അവർ വർദ്ധിച്ചു വന്നു. അവരുടെ സാഹചര്യം എന്താണ്? ഉപദ്രവങ്ങളും കഷ്ടങ്ങളുമാണ്. എന്നാൽ അവിടെയും സഹിഷ്ണുതയോടും വിശ്വാസത്തോടും അവർ മുന്നേറിക്കൊണ്ടിരുന്നു. അവരോടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, കർത്താവോ വിശ്വസ്തൻ, ഇനിയും നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും.
അതേ പ്രിയ ദൈവമക്കളെ, പ്രതിസന്ധികളും ഉപദ്രവങ്ങളും കഷ്ടങ്ങളും വരുമ്പോൾ വിശ്വാസം കുറഞ്ഞു പോകേണ്ട, ആമേ സഹിഷ്ണുതയിൽ നാം തളർന്നു പോകേണ്ട. ആമേ സ്തോത്രം. ദൈവം വാഗ്ദത്തം ചെയ്ത് പ്രാപിപ്പാൻ നമുക്ക് പൂർണ്ണ സഹിഷ്ണുത ആവശ്യമെന്ന് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നു. അതേ വാഗ്ദത്തം ചെയ്ത കർത്താവ് വിശ്വസ്തനാണ്. എന്നാൽ അത് പ്രാപിക്കുവാൻ തക്കവണ്ണം വിശ്വാസത്തോടും സഹിഷ്ണുതയോടും കൂടെ ആമേ സ്തോത്രം സ്തോത്രം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വളർന്ന് ഈ നാളുകളിൽ നമുക്ക് മുന്നേറാം. നിശ്ചയമായി കർത്താവ് നമ്മോട് കൂടിയിരിക്കും. ആമേൻ സ്തോത്രം. നമ്മെ കാത്തുകൊള്ളും, നമ്മെ ഉറപ്പിക്കും, നമ്മെ ഇനി വഴി നടത്തുവാൻ ദൈവം സർവശക്തനാണ്. കർത്താവിൻ്റെ വരവും ഏറ്റവും അടുത്തിരിക്കുന്ന ഈ നാളുകളിൽ വിശ്വാസത്തിൽ വർദ്ധിച്ചും സ്നേഹത്തിൽ വർദ്ധിച്ചും ആമേൻ സ്തോത്രം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വളർന്നും ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലും സഹിഷ്ണുതയോടും വിശ്വാസത്തിലും മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ കാത്ത് നമ്മെ ഉറപ്പിച്ച് കർത്താവ് നമ്മെ വഴി നടത്തുമാറാകട്ടെ. ആമേൻ സ്തോത്രം സ്തോത്രം. ഗുഡ് മോർണിംഗ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.